വണ്ടികൾ നോക്കുന്നവർക്ക് ഒരു പറ്റിയൊരു ഓപ്ഷനാണ് ഇത്. ഒരു ടൊയോട്ടയുടെ ഒരു ഗ്ലാൻസ് കിടപ്പുണ്ട്, ഒരു ഹൈ റൈഡർ ഉണ്ട്, മാത്രമല്ല ഗ്ലാൻസ് ഉണ്ട്, വീണ്ടും ഒരു ഗ്ലാൻസ് ഉണ്ട്, ബ്ലൂ, റെഡ് ആൻഡ് വൈറ്റ്. ഇത് മാത്രമല്ല കേട്ടോ, ഫ്രണ്ടിലും കുറച്ച് ഗ്ലാൻസ് കിടപ്പുണ്ട്. മാത്രമല്ല സ്വിഫ്റ്റ് നോക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ഇത് വണ്ടികളെ കാണിച്ച് മാത്രം പോവല്ലോ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീലേഴ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം. നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് അവരെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിലും അധികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാം. സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട കേട്ടോ, പത്തനംതിട്ട ചുരുളിക്കോട്. അതായത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്നിടത്താണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നത്. ഫ്രണ്ടിലും കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കാം. ഇതൊരു ഹൈ റൈഡർ കേട്ടോ. ഹൈ റൈഡർ നല്ല ഇതൊരു ടോപ്പ് വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം ടോപ്പ് വേരിയൻ്റാണ്. യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഈ ടൊയോട്ട ഒരു മൈലേജ് ടെസ്റ്റ് നടത്തുമല്ലോ, അതായത് ഈ ഹൈ റൈഡറിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ഈ ഇടയ്ക്ക് നടത്തിയത്. ഒട്ടുമിക്കാറ് വണ്ടികൾക്ക് 30 to 38 വരെ കിട്ടിയ വണ്ടികളുണ്ട് ഹൈ റൈഡറുകളിൽ. ഒരു ഫോക്സ് വാഗൺ കിടപ്പുണ്ട്, ഒരു എറ്റിയോസ് കിടപ്പുണ്ട്. 2013 മോഡലാണ് കേട്ടോ. ഇതിവർ ഈ എറ്റിയോസിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 2,95, 2,95,000. ഒരു EV കിടപ്പുണ്ട്, പക്ഷേ സെയിലായതാണ് കേട്ടോ. വാഗനാറുണ്ട്, മാരുതി വാഗനാർ. ഈ വാഗനാർ വന്നിട്ട് 2016 മോഡലാണ് കേട്ടോ. 2016 മോഡൽ VXI ഓപ്ഷനാണ്. 2016 മോഡൽ VXI ഓട്ടോമാറ്റിക് കേട്ടോ. സിംഗിൾ ഓണർ അല്ല, ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 3,95. മാത്രമല്ല ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ. മാത്രമല്ല അതിനോട് ചേർന്ന് നല്ലൊരു ക്രിസ്റ്റയും കിടപ്പുണ്ട്. ഈ ക്രിസ്റ്റ വന്നിട്ട് ഒരു 2018 മോഡലാണ് കേട്ടോ. മാത്രമല്ല ഇത് 2.8ആണ്. 2.8 വരുന്നത്. കാര്യം ഇപ്പോൾ എല്ലാം 2.4 അല്ലേ. 2.4 ഇസഡ് ഇപ്പോൾ 2.8 അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ. ഇവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 21,50 കേട്ടോ. 21,50,000 ഇതിന് ചോദിക്കുന്നത്. ഞാനീ പറയുന്ന പ്രൈസ് ഫിക്സ് ആണെന്ന് വെക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവരിതിൽ നെഗോസിയേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല മറ്റൊരു ക്രിസ്റ്റ കൂടെ ഇവിടെ കിടപ്പുണ്ട്. ഈ ക്രിസ്റ്റ വന്നിട്ട് 2019 മോഡലാണ് കേട്ടോ. 2019 മോഡൽ 2.8 ഓട്ടോമാറ്റിക്കാണ്. ഇത് വന്നിട്ട് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണറാണ് കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 19,95, അതായത് 19,95,000. ഇത് സിംഗിൾ ഓണറാണ് കേട്ടോ. ഞാൻ മറ്റേത് സിംഗിൾ ഓണറാണെന്ന് എടുത്ത് പറഞ്ഞപ്പോഴേ ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. ഈ ഫോർച്യൂണർ വന്നിട്ട് ഇതിനോട് ചേർന്നുള്ള കമ്പനിയുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. അതായത് അവിടെ ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ യൂസ്ഡ് കാറിൻ്റെ സെക്ഷനിലോട്ട് മാറുമല്ലോ, അങ്ങനെ വന്നൊരു വണ്ടിയാണിത്, ഫോർച്യൂണർ. അത്യാവശ്യം നല്ല വണ്ടികൾ, പഴയതും പുതിയതൊക്കെ ആയിട്ടെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഇവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് 85 കേട്ടോ. ഒരു കിഡ് കിടപ്പുണ്ട്. ഈ കിഡ് വന്നിട്ട് 2016 മോഡലാണ് കേട്ടോ. സിംഗിൾ ഓണറാണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,00,000 രൂപയാണ് ഇവരിതിന് ചോദിക്കുന്നത്. ഒരു ഗ്ലാൻസ് ഉണ്ട്,
ഈ ഗ്ലാൻസ് വന്നിട്ട് 2021 മോഡലാണ് കേട്ടോ. 2021 മോഡൽ ഗ്ലാൻസ് ജി ആണ് വരുന്നത്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 695 കേട്ടോ. 6,95,000. ആ ക്രെറ്റയ്ക്ക് ഇപ്പോൾ സെയിലായി. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ബുക്ക് ചെയ്ത് എമൗണ്ടൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയാണ് താല്പര്യം, അല്ലെങ്കിൽ വണ്ടി നോക്കാനാണെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ ഡീലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.